ഓരോ സെറ്റ് പത്രികകൾ സമർപ്പിക്കുകയും അവിടെ അഫിഡവിറ്റ് തയ്യാറാക്കുകയൊക്കെ ചെയ്തു ഇരിക്കുന്നുണ്ട്. അതിനിടയിൽ 1 മണിക്കൂർ വേറെ വഴിയിൽ ഞാൻ പങ്കെടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഓഫീസിലെത്തിയ സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ UDF-ന്റെ ലീഡറും കോൺഗ്രസിന്റെ ലീഡറുമായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ VD സതീശൻ പറഞ്ഞത് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും ഇടതുപക്ഷവും തമ്മിൽ എന്താണ് ആ വാചകത്തിന്റെ അർത്ഥം? VD സതീശൻ കേരളത്തിൽ ആകമാനം നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു പല പ്രദേശങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായി മുന്നേറുന്നു. അതിൽ പാലക്കാട് അസംബ്ലി മണ്ഡലം അതിവേഗതയിൽ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തെ സ്വീകരിച്ചതായിട്ട് മനസ്സിലായി. അപ്പൊ ശ്രീമാൻ VD സതീശന് ബോധ്യപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ കളം ഒരുങ്ങുന്നതിന് മുൻപ് തന്നെ ഭാരതീയ ജനതാ പാർട്ടി ജയിക്കും എന്നുള്ള ഒരു റിപ്പോർട്ട് കോൺഗ്രസിന്റെ ലീഡറുടെ മനസ്സിനകത്തേക്ക് കൊടുത്തു. അപ്പൊ അതിനെ തരണം ചെയ്യാൻ വേണ്ടി ഇത് BJPയുടെ വിജയം സുനിശ്ചിതമാണ് പാലക്കാട് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് റിസർച്ച് ചെയ്തുകൊണ്ടാണ് ശ്രീമാൻ VD സതീശൻ ഈ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുള്ളത്. ഇവിടെ ഏത് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് വിഷയമല്ല. കാരണം നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ പോകുമ്പോൾ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും നേതാക്കന്മാർ ആ മത്സര രംഗത്ത് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മുടെ പ്രസ്ഥാനം സ്ഥാനാർത്ഥിയായിട്ടുള്ള ഞാനും ഒരുമിച്ച് ചേർന്ന് നമ്മൾ അതിശക്തമായിട്ടുള്ള മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട്. പാലക്കാട് നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ 2016 ഞാൻ ഇവിടെ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നത്. അന്ന് നമുക്ക് 22,000 വോട്ടുണ്ടായിരുന്നു. നമ്മുടെ വലിയ ഒരു ബിസിനസ്സുകാരനും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ വളരെയേറെ ബന്ധങ്ങളുമുള്ള ശ്രീമാൻ ഉദയഭാസ്കർജി ആയിരുന്നു ആ സമയത്ത് നമ്മുടെ സ്ഥാനാർത്ഥി, തൊട്ടു മുൻപ്. എന്നാൽ നമുക്ക് അദ്ദേഹം മത്സരിച്ചു പോയതിനു ശേഷം പ്രസ്ഥാനം മുന്നോട്ട് നീങ്ങി. പ്രസ്ഥാനം ഏറെ മുന്നോട്ട് നീങ്ങിയതിനു ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടിയത് 22,000-ൽ നിന്ന് 40,000 വോട്ടുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അന്ന് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. 2ാം സ്ഥാനത്ത് വന്നു. നമ്മൾ ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമം 2 മുന്നണികളുടെയും ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അന്ന് സ്ഥാനാർത്ഥിയായിരുന്നത് 15 വർഷക്കാലത്തോളം ഇന്ത്യൻ പാർലമെന്റിനകത്ത് പോയ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ശ്രീമാൻ NN കൃഷ്ണദാസ് ആയിരുന്നു. അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് പോയി. ശോഭ മതി എന്ന് തീരുമാനമെടുക്കുകയും ജനങ്ങൾ ആ മുന്നോട്ട് പോകുന്ന ഒരു കാലാംശത്തിൽ എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ള കഥകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമുക്ക് 2ാം സ്ഥാനത്ത് വരാൻ സാധിച്ചു. ഇന്ന് 2016 കഴിഞ്ഞ് ഏതാണ്ട് ഒരു പതിറ്റാണ്ടിന് ശേഷം നമ്മളിവിടെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ പ്രസ്ഥാനം ഇന്ന് വിജഗീഷുവായിട്ട് നിൽക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ ലീഡർ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററാണ്. ഗുജറാത്ത് നമ്മൾ ഭരിക്കുകയാണ്, ഹരിയാന നമ്മൾ ഭരിക്കുകയാണ്, ഛത്തീസ്ഗഡ് നമ്മൾ ഭരിക്കുകയാണ്, മധ്യപ്രദേശ് നമ്മൾ ഭരിക്കുകയാണ്, രാജസ്ഥാൻ നമ്മൾ ഭരിക്കുകയാണ്, ഡൽഹി നമ്മൾ ഭരിക്കുകയാണ്. 16 സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്ക് മുഖ്യമന്ത്രിമാരുമായിട്ട് ഒറ്റയ്ക്ക് BJPയുടെ താമര ചിഹ്നത്തിൽ വിജയിച്ച 16 മുഖ്യമന്ത്രിമാരുള്ള ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഘടകകക്ഷികൾ ഏതാണ്ട് 5ഓളം വരുന്ന സംസ്ഥാനങ്ങളിൽ ഘടകകക്ഷികളുടെ നേതൃത്വത്തിൽ BJP ഭരണകൂടത്തിന് നേതൃത്വം നൽകിയാണ്. അങ്ങനെ അതിശക്തമായിട്ട് വേരോട്ടമുള്ള, ലോകം പോലും ഭാരതത്തെ നോക്കുന്ന സമയത്ത് ഒരു പൊളിറ്റിക്കൽ ലീഡറെ ലോകത്തെ നമ്പർ 1 പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള രീതിയിൽ ആളുകൾ ആരാധിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം 10 വർഷം പിന്നിട്ട് പാലക്കാട് നിൽക്കുമ്പോൾ നമ്മൾ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഇടതുപക്ഷത്തിനും സംശയമില്ല, വലതുപക്ഷത്തിനും സംശയമില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, BJP ഇവിടെ വേറൊരു പ്രസ്ഥാനവുമായിട്ട് ഡീല് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കും അറിയാം, എനിക്കും അറിയാം എന്താണ്
300 ബലിദാനികളുടെ കുടുംബക്കാരുടെ, അമ്മമാരുടെ, അച്ഛൻ നഷ്ടപ്പെട്ട കുട്ടികളുടെ, ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യമാരുടെ കണ്ണീരുകൊണ്ട് തോർന്ന ഒരു സ്ഥലമാണ് കേരളം. കേരളത്തിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത് അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിലൂടെയാണ്. ആ പോരാട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ പല പ്രദേശങ്ങളിലും നമ്മുടെ പ്രവർത്തകന്മാരെ കൊലപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പ്രവർത്തകന്മാരുടെ ലിസ്റ്റ് തയ്യാറാക്കി അവരുടെ വീടിന്റെ മുന്നിൽ റീത്ത് വെച്ചിട്ടുള്ള ഒരു പാർട്ടി, അങ്ങനെയുള്ള ഒരു പാർട്ടിയിലെ ആ പാർട്ടിയെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇങ്ങനെയൊരു ധാരണയുണ്ട് എന്ന് പറഞ്ഞതിന്റെ പിറകിലുള്ള ചേതോവികാരം മനസ്സിലാക്കിക്കൊണ്ട് ആ പറഞ്ഞ കാരണം കൊണ്ട് 10,000 വോട്ട് ശ്രീമാൻ വി ഡി സതീശന്റെ പാർട്ടിയുടെ ഇനിയും പട്ടിയിൽ കുറയും എന്നുള്ള അവസ്ഥയിലൂടെയാണ് ഈ പാലക്കാട് നിയോജകമണ്ഡലം മുന്നോട്ട് പോകുന്നത്. നമ്മൾ പറയുന്നത്, നമ്മൾ വാക്കുകൾ പരിമിതപ്പെടുത്തി സംസാരിക്കുന്ന ഒരാളല്ല. ഞാൻ എവിടെ ഇലക്ഷൻ നിൽക്കുമ്പോഴും എനിക്കെതിരെ കോൺഗ്രസിലെ KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നപ്പോഴും, അതുപോലെ തന്നെ പാലോളി മുഹമ്മദ് കുട്ടിയെ പോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സീനിയർ ആയിട്ടുള്ള ഒരു ലീഡർ നിന്നപ്പോഴും എല്ലാം ഞാൻ വാക്കുകൾ പരിമിതപ്പെടുത്താറില്ല. ഞാൻ പറയാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, BJPയുടെ ഐഡിയോളജി, നമ്മൾ എന്തുകൊണ്ട് ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചു, എന്തുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കൈകൂപ്പി ആളുകളോട് വോട്ട് ചോദിക്കുന്ന ആളാണ്. കൂടുതൽ ചിരിക്കുക, കൂടുതൽ അഭിനയിക്കുക, ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലും ഇല്ലാതെ ഞാൻ എന്താണോ കേരളത്തിൽ, നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭ എന്താണോ കേരളത്തിൽ ഞാൻ തുടങ്ങിയത് 1995 യുവമോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നുള്ള ഒരു പോസ്റ്റ് ഏറ്റെടുത്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിനു മുൻപ് 13ാമത്തെ വയസ്സിൽ ഞാൻ ഓർക്കുകയാണ്, എന്റെ അച്ഛന്റെ സ്ഥാനത്ത് ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള RSSന്റെ പ്രഗത്ഭമതിയായിട്ടുള്ള ഗോപാലകൃഷ്ണേട്ടൻ എന്നെ കയ്യിൽ പിടിച്ച് ബാലഗോകുലത്തിന്റെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അന്ന് 13 വയസ്സാണെങ്കിൽ ആ 13 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഞാൻ പ്രവർത്തിച്ച മണ്ഡലം എന്ന് പറയുന്നത് സംഘപരിവാർ പ്രസ്ഥാനമാണ്. അത് കഴിഞ്ഞതിന് ശേഷം 21 വയസ്സിൽ എനിക്ക് കിട്ടിയിട്ടുള്ള പോസ്റ്റ് യുവമോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് പോസ്റ്റാണ്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസുകാരന്റെ വീട്ടിലെ അമ്മ കരഞ്ഞപ്പോഴും, മാർക്സിസ്റ്റ് പാർട്ടിക്കാരന്റെ വീട്ടിലെ സഹോദരി കരഞ്ഞപ്പോഴും, ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും, നാട്ടിൽ വികസനം വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏതൊരു സമരം കേരളത്തിൽ നടക്കുമ്പോഴും, ജാതിക്കും മതത്തിനും കക്ഷിക്കും രാഷ്ട്രീയത്തിനും അതീതമായിക്കൊണ്ട് ഈ പൊതുമണ്ഡലത്തിൽ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭ ഉണ്ടായിരുന്നു എന്നുള്ള ബോധ്യം പാലക്കാടിലെ സർവ്വസാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കുള്ളത് കൊണ്ടാണ് ഇത്തവണ ഞങ്ങൾ രാഷ്ട്രീയം നോക്കാതെ ശോഭ ചേച്ചിക്ക് താമരച്ചിഹ്നത്തിൽ വോട്ട് നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ സജ്ജരായിരിക്കുന്നത്. കാരണം എന്താണ്? കേരള നിയമസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നമ്മുടെ ഐഡിയോളജിയും ഒപ്പം വികസന കാഴ്ചപ്പാടും ചർച്ച ചെയ്യപ്പെടണം എന്ന് ആഗ്രഹമുള്ള ജനങ്ങൾ ഹൃദയപൂർവ്വം നിങ്ങളുടെ സഹോദരിയെ ചേർത്ത് പിടിക്കും എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അതിന് എനിക്കൊരു കരുത്തു പകരാൻ വേണ്ടി ഞാൻ എൻ്റെ യാത്രയിൽ എന്നെ കൂടുതൽ സ്നേഹിക്കുകയും എന്നെ കൂടുതൽ കൂട്ടത്തിൽ ചേർത്ത് നിർത്തുകയും ചെയ്തുകൊണ്ട്, ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അല്ലെങ്കിൽ അനിയത്തി ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അമ്മ ഒന്നുകൊണ്ട്, ശോഭമ എന്ന് വിളിക്കുന്ന 100 കണക്കിന് കുട്ടികൾ എനിക്ക് ഈ കേരളത്തിന്റെ മണ്ണിലുണ്ട്, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറയുന്ന ആളുകൾ ഉൾപ്പെടെ എന്നെ ഹൃദയപൂർവ്വം ചേർത്ത് നിർത്തുമ്പോൾ നൽകുന്ന ഓരോ ഷാളുകളും, ഇന്ന് ഞാൻ എത്രയാണോ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, എത്രയാണോ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, എത്രയാണോ ദേശീയ ലീഡർഷിപ്പ് പറയുന്ന പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആന്ധ്രയുടെയും തെലങ്കാനയുടെയും ചാർജ് ഏറ്റെടുത്തുകൊണ്ട് എന്തെല്ലാം പ്രവൃത്തിയാണോ ചെയ്യാൻ ദേശീയ ലീഡർഷിപ്പ് ആവശ്യപ്പെട്ടിട്ടുള്ളത്, 12 സ്ത്രീകളിൽ ഒരാളായി നിന്നുകൊണ്ട് കഴിഞ്ഞ 6.5 മാസം കാലമായിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിയും കൂട്ടും. നമ്മുടെ വികസനത്തിന്റെ അജണ്ട നിങ്ങൾ ഞാനുമായിട്ട് ചർച്ച ചെയ്യണം. പല മേഖലകളിലും പ്രവർത്തിക്കുന്ന ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ ആളുകൾ എന്നോട് പറയണം, ശോഭ ഈ കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്, ഇതാണ് നമുക്ക് പാലക്കാടിന്റെ വികസനത്തിന് വേണ്ടി ആവശ്യമുള്ളത്, ഇതാണ് ഞങ്ങളുടെ മേഖലയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളത് എന്നുള്ളത് നമ്മുടെ പാടത്ത് പണിയെടുക്കുന്ന ഒരു സാധാരണ തൊഴിലാളി മുതൽ പച്ചക്കറി മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന, ചുമട്ട് ജോലി ചെയ്യുന്ന, അത്യധ്വാനം ചെയ്യുന്ന ഒരു സഹോദരൻ മുതൽ നിങ്ങളുടെ ഒരുപക്ഷെ മരുന്ന് കമ്പനികളെ നടത്തിക്കൊണ്ടുപോകുന്ന ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർ മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് വാക്കാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കണം എന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. എന്നോടൊപ്പം ഒരു 15-16 ആളുകൾ വേറെയും പ്രവർത്തിക്കുന്നുണ്ട്. അവർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നിട്ടുള്ള ആളുകളാണ്. ഇന്നത് ഏതാണ്ട് ഒരു 25-30 ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും അവരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ISROയുടെ സ്പേസ് സെന്ററിൽ ഏറെക്കാലം ജോലി ചെയ്തിട്ടുള്ള ഒരാൾ, ISROയുടെ ഡയറക്ടറായിട്ടുള്ള ഒരാൾ ഈ
ഒരു വെയിലത്ത് തന്നെ അദ്ദേഹം ഇവിടെയെല്ലാം യാത്ര ചെയ്തുകൊണ്ട് ആളുകളുമായിട്ട് കാണുന്നു, അവരുടെ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നു. ഒരു പ്രൊഫസർ അദ്ദേഹം പിറകിലിരിക്കുന്നുണ്ട്. അദ്ദേഹം മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എന്നാൽ ആ പ്രൊഫസർ നമ്മളോടൊപ്പം കുട്ടികൾക്കിടയിൽ എന്താണ് ഇവിടുത്തെ കുട്ടികൾ ആഗ്രഹിക്കുന്നത്, എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയായിരിക്കണം, ഇതൊക്കെ നോക്കാൻ വേണ്ടി IIT-യിലെ ശാസ്ത്രജ്ഞന്മാർ മുതൽ IIT-യിലെ പ്രൊഫസർമാർ മുതൽ അങ്ങനെയുള്ള എല്ലാ മേഖലയിലുമുള്ള ആളുകൾ, പാടശേഖര സമിതിയിലെ കർഷകന്മാർ എന്നെയും ശ്രീമതി പ്രമീള ചേച്ചിയെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് എന്തായിരിക്കണം മാത്തൂരിലെയും കണ്ണാടിയിലെയും പിരായിരിയിലെയും കർഷകർക്ക് വേണ്ടത് എന്നുള്ളത് അവർ ചർച്ച ചെയ്യാൻ വേണ്ടി അരമണിക്കൂറും 1 മണിക്കൂറും സമയം അവരുടെ വീടുകൾക്കകത്തിരുത്തുന്നു, ചായ തരുന്നു, സംസാരിക്കുന്നു. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജനസഭയായിരിക്കും നിങ്ങളുടെ MLA ആയിട്ട് ശോഭ വന്നാൽ ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉണ്ടാവുക. ആ ജനസഭ രൂപീകരിച്ചെടുത്തുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളായിരിക്കും കേരളത്തിൽ നിയമസഭയ്ക്കകത്ത് ഞാൻ ചർച്ച ചെയ്യുന്നത്. ശോഭയുടെ വാക്കുകൾ ആയിരിക്കില്ല എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. എനിക്കിവിടെ നൽകിയ ഹാർദമായിട്ടുള്ള സ്വീകരണത്തിന്, സ്നേഹത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ MLA ആയിട്ട് വരുമ്പോൾ അപ്പോഴും നമുക്ക് ദീർഘനേരം ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെയും കേരളത്തിന്റെയും വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടതിനും കണ്ടതിനും സ്വീകരിച്ചതിനും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ